ഫ്രണ്ട്സ്, നല്ല കപ്പ ബിരിയാണി കഴിക്കാൻ പോയാലോ. കപ്പയും ബീഫും. നമ്മളിവിടെ കപ്പ കുള്ളിക്കേങ്ങ് എന്നൊക്കെ പറയും. കുള്ളിക്കേങ്ങ്, കപ്പ, പല സ്ഥലത്തും പല പേരായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിവിടെ കപ്പ എന്ന് പറയും, കുള്ളിക്കേങ്ങ് എന്ന് പറയും. കപ്പ ബിരിയാണി പോവാ. അപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു പൂതി കപ്പ ബിരിയാണി കഴിക്കണം. അപ്പോൾ മുമ്പ് കഴിക്കലുണ്ട്. മുമ്പ് നമ്മളെ പിലാത്ര ഭാഗത്ത് തട്ടടിയിലൊക്കെ പോയിട്ട് കഴിക്കലുണ്ട്. ഇപ്പോൾ കുറേ ആയി കഴിക്കാത്ത. ഈ അടുത്തടിയോ പോയിട്ട് വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് കഴിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർമ്മ വന്നു. അപ്പോൾ പിന്നെ തോന്നി പോയിട്ട് കഴിച്ച കളിയാണ്. അങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങിയാട്ടാ. മഴയില്ല, എന്തോ ഭാഗത്തിന് മഴയില്ല. കുറച്ച് സമയമായിട്ട് മഴ ഇന്നങ്ങനെ വൈകിട്ട് ഒന്നും പെയ്തിട്ടൊന്നും ഇല്ല മഴ. നല്ല കാലാവസ്ഥയാണ്, വെയിലാണ്. അപ്പോൾ ഇപ്പോൾ രാത്രി സമയം എന്നറിയാം. ഇപ്പോൾ രാത്രി സമയം മക്കളെ 8:30 ആയിട്ടാ. 8:26. ഓക്കെ, അമ്മക്ക് തോന്നിക്കാൻ അപ്പം പോയിട്ട് കഴിക്കണം. അതങ്ങനെയാണ്. പിലാത്ര പോവാം. ഓക്കെ, മണ്ടൂര് പിലാത്ര അവിടെ ഒരു തട്ടുകടയുണ്ട്, അവിടെ നിന്ന് കഴിക്കാം. അടിപൊളിയാണ്. ഈ അടുത്ത് ഞാൻ മല്ല കഴിച്ചത് അത് കപ്പ അല്ല കേട്ടോ, അത് പുട്ടാണ്. ഞാൻ അവിടെ പോയിട്ട് വരുമ്പോൾ പുട്ടും ബീഫും മിക്സ് ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു, മിക്സ്. അപ്പോൾ നമുക്ക് കപ്പയും ബീഫും മിക്സ് ആക്കിയിട്ട് കഴിക്കാം, അതായത് കപ്പ ബിരിയാണി. ഈ മലബാരത്തിലുണ്ടല്ലോ, ഈ ക്രിസ്ത്യൻസിൻ്റെ കല്യാണത്തിന് കപ്പ ബിരിയാണി ഉണ്ടാവും. അത് വേറെ തന്നെ ടേസ്റ്റ് കേട്ടോ. എന്താ പറയുക, ഇങ്ങനെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് മലബാരത്ത് പാട്ടാടാൻ പോകുമ്പോഴല്ലോ, അതായത് കല്യാണ വീട്ടിൽ പാട്ടാടാൻ പോകുമ്പോൾ കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ കപ്പ ബിരിയാണി നല്ല ടേസ്റ്റാണ്, കിട്ടല ടേസ്റ്റാണ്. പോവാ, നമുക്ക് തൽക്കാലം ഇടുന്ന കഴിക്കാം. പോകാം, നമുക്ക് പോകാം. ചെറിയ തണുപ്പുണ്ട്, ചെറിയല്ല, നല്ല തണുപ്പുണ്ട്, നല്ല അടിപൊളി തണുപ്പുണ്ട്. മഴയില്ലാണ്ട് നിൽക്കുമ്പോഴത്തേക്ക് തണുപ്പുണ്ട് കേട്ടോ. നല്ല വണ്ടി പോകുമ്പോൾ നല്ല തണുപ്പാണ്. സൂപ്പർ തണുപ്പ്, സൂപ്പർ തണുപ്പാണ്, സൂപ്പർ അടിപൊളി തണുപ്പ്. മഴ പെയ്യാണ്ട് നിന്നാൽ മതി. മഴ പെയ്താലും കുഴപ്പമൊന്നുമില്ല. മഴക്കോട്ട് വണ്ടിയിൽ വെച്ചിനി മഴക്കോട്ട്, കുഴപ്പമൊന്നുമില്ല. പെയ്യാണ്ട് നിന്നാൽ നല്ലത്. മഴ പെയ്താൽ ചടപ്പ്. അതിനിടയ്ക്ക് മീൻ വാങ്ങാൻ നിർത്തി. മീൻ വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് നമുക്ക് വരാം. പുയ്യാപ്പിള മീൻ, ചുവന്ന മീൻ. ഇനി വേറെന്താ പേരില്ലേന്നു? വേറെന്താ പറയല്? വേറെന്താ പേരുണ്ടല്ലോ, എന്തോ പറയലുണ്ട്. ഈ ചുവന്ന നമ്മൾ ഇവിടെയാ പുയ്യാപ്പിളാന്ന് പറയല്. വേറെ എവിടെയോ കിളിമീനാ അമ്മ, എന്തോ ഒരു പേരുണ്ട്. അതാ കുറച്ച് പുയ്യാപ്പിള ബാക്കിയുണ്ട്. പിന്നെ എന്തോ ഒരു പേരുണ്ട് മീൻ. നമ്മളിവിടെ പുതിയാപ്പിളാന്ന് പറയും, പുതിയാപ്പിള മീൻ. ചുവന്ന കളറായോണ്ടാന്ന് തോന്നല്ലേ പുതിയാപ്പിള പറയുന്നത്. എന്നിട്ടാകുമ്പോൾ അങ്ങനെ പറയുന്നു. ഏതായാലും വേഗം കൊണ്ടു കൊടുക്കട്ടെ. ഇല്ലില്ല, ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നു. ഞാൻ വേറെ പോകുന്നതാണ്. അപ്പോൾ കണ്ടിട്ട് കിളിമീൻ എന്നാ പറയുന്നത് തോന്നുന്നു കേട്ടോ. അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യും. ഓക്കെ, കിളിമീൻ എന്നാ പറയുന്നത് തോന്നുന്നു. നമ്മളുടെ പുതിയാപ്പിള പറയല്. മറ്റുള്ള സ്ഥലത്തല്ലോ കിളിമീൻ അല്ലേ, അങ്ങനെന്തോ അല്ലേ. കിളിമീൻ കൊണ്ടാ അതില്ലേ നമ്പർ കൊണ്ടാന്നോ മക്കളെ. ചെറുങ്ങനെ മഴ ഓടിയുന്നുണ്ട്. എന്നാ ആയിട്ടുണ്ട്. ഇതോ ഓക്കെ, പോവാ. വേഗം കൊണ്ടു കൊടുക്കട്ടെ, വീട്ടിൽ കൊണ്ടു കൊടുത്തിട്ട് നമുക്ക് പോകാം. വേഗം പോയിട്ട് വീട്ടിൽ കൊടുത്തിട്ട് പോവാം. ഓക്കെ, കുറേ ലേറ്റായി. ഇന്ന് കറിക്കൊന്നും കിട്ടിയിട്ടാകാം. പോയിട്ടായിരുന്നു കൊടുത്ത് വീട്ടിൽ കൊടുത്തു. പുതിയാപ്പിള മീൻ വീട്ടിൽ കൊടുത്തു. കിളിമീൻ കിളിമീൻ എന്ന് തന്നെയാണോ? കമൻറ്റ് ചെയ്യണം കേട്ടോ അറിയുന്നവർ. നമ്മളിവിടെ പുതിയാപ്പിള മീൻ. പോവാ. അപ്പം ഇനി ഏതായാലും അടത്തിട്ടാണേ. ഇവിടെത്തി കപ്പയും ബീഫും സാധനം എത്തി. ഒന്നാമത് സാധനം എത്തി, കപ്പയും ബീഫും. ഓക്കെ, അതാണ് കപ്പ ബിരിയാണി. കപ്പയും ബീഫും എന്ന് പറയാം.
അടിപൊളിയാട്ടോ. കണ്ടോ കപ്പ ബിരിയാണി, കപ്പയും ബീഫും പൊളിയല്ലേ? അങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ. ബുൾസൈ നല്ല ഡബിൾ ബീഫ്. പാട്ട് വെച്ചില്ല പാട്ട് അടിപൊളി ബുൾസൈ. കാമ്പ് സാമീനെടുക്കാം. അങ്ങനെ ഫുഡ് കഴിച്ചിറങ്ങി. മോശമില്ല കേട്ടോ, നൈസാവും. കപ്പയും ബീഫും അതുപോലെ ഡബിൾ ബുൾസൈ 150 റുപ്യ കേട്ടോ. ചായ കുടിച്ചിട്ടില്ല, ചായ പിന്നെ തണുത്ത കാറ്റുണ്ട്. മഴ പെയ്യുമെന്ന് അറിയില്ല. തണുത്ത കാറ്റ്. എത്ര നായ്ക്കൾ നോക്കിയാടാ, ഫുൾ നായ്ക്കളാ. ഇവിടെ ഉണ്ടായിരുന്നേ, ഇപ്പം അങ്ങോട്ടേക്ക് പോയി. പിന്നെ മഴക്കാറ്, ഞാൻ മഴക്കാറുണ്ടോ നോക്കിയാൽ രാവിലെ കാണുന്നുണ്ട്, പക്ഷേ അതിൻ്റെ പുറത്തെല്ലാം കാർമേഘമുണ്ട്, നല്ല കാർമേഘം. മഴക്കാറ് ഉണ്ടാവും, മഴ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പോട്ടാ. അപ്പോൾ ഇവിടുന്ന് പോയെന്ന് കപ്പയും ബീഫും മോശമില്ല കേട്ടോ. അത് കപ്പ ബിരിയാണി മോശമില്ല. പിന്നെ ബുൾസൈ അറിയാലോ, ബുൾസൈനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ. ബുൾസൈ എന്ന് പറഞ്ഞാൽ മുട്ടനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ബുൾസൈ. മുട്ട ബുൾസൈ. വാ, ചെറിയ എരിവുണ്ടായിരുന്നു. കപ്പയും ബീഫും ഇല്ലേ, ആ ബീഫ് കറിക്ക് ചെറിയ എരിവ്. മോശമില്ല, എരിവായാലും കുഴപ്പമില്ല. പോവാടുന്ന് അധികം കാണാൻ വേണം പറയുന്നില്ല ഇവിടെ. പോകാം മക്കളെ, പോകാം ഫ്രണ്ട്സ്, പോകാം. ഇതൊരു വണ്ടിപ്പൂരിയാന്ന് കേട്ടോ, വണ്ടിപ്പൂരിയാ. ഞാൻ അവിടെ തന്നെ റൂമും ഉണ്ട്, അവിടെ ഇരുന്നിട്ട് കഴിക്കേണ്ട റൂമുണ്ട്. അങ്ങനെ അവിടെ ഇരുന്നിട്ട് കഴിച്ചാ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നാളെ പാട്ട് വെച്ചിനിപ്പോൾ എപ്പോൾ അവിടെ പാട്ടുണ്ടോ, പഴയ പാട്ട്. കുഴപ്പമില്ല ഫ്രണ്ട്സ്. നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. തഫി വിളിച്ചിട്ട്, തഫിനോട് ഞാൻ നേരത്തെ ഒരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവള് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ പോയി വന്നിട്ട് പോവാം. അപ്പോൾ അവിടെ കാത്തിക്കുന്നുണ്ട് തഫിനും ഇന്നും കൂട്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നേരെ വീട്ടിലേക്ക് വീട്ടിൽ പോയിട്ട് അവരും കൂട്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് വിടാം. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, ഞാൻ പയങ്ങാടിയും ചായ കുടിക്കണം വിചാരിച്ചേ. ഇനി ഏതായാലും വേണ്ട, ഇനി അവരെയും കൂട്ടി പോയിട്ട് വരുമ്പോൾ കുടിക്കാം. ഒരു സാധനം വാങ്ങാൻ പോകുന്നതാണ്, അപ്പോൾ വരുമ്പോൾ കുടിക്കാം. നല്ല ചായ. അങ്ങനെ എരിവൂരെത്തി. എരിവൂരം നാട്ടിലേക്ക്. ഞായറാഴ്ച പയങ്ങളിലെല്ലാം പോയിട്ട് പോവാന്ന് വേണ്ട, നേരെ വീട്ടിലേക്ക് കേട്ടോ. അപ്പോൾ വീഡിയോൻ്റെ ചെറിയ വീഡിയോ. ഓക്കെ, അവനെ വീഡിയോ ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മറക്കാതിപ്പം തന്നെ ചെയ്യട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അവനെ നെക്സ്റ്റ് കാണാം. അപ്പോൾ ബൈ.